ഹായ് മക്കളെ, നമസ്കാരം. മലയാള സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാണ് വരികയാണ്. ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതില്ല. 2-3 മിനിറ്റ് മാത്രം ഇരുന്നുകൊണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ മെല്ലെ എന്ത് ചെയ്യാം, പഠിച്ചങ്ങ് തലയിലേക്ക് സെറ്റാക്കാം. അത്രയും സാധ്യതയുള്ള ചോദ്യം. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൽ നിന്ന് ഉപന്യാസമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. നോക്കിക്കേ, ചോദ്യം ഇതാണ്: ജീവിത ദുരിതങ്ങളെ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്നതിൻ്റെ വികാര നിർഭരമായ ആവിഷ്കാരമാണ് പ്ലാവിലക്കഞ്ഞിയുടെ ഒരു പ്രധാന സവിശേഷത. വിലയിരുത്തുക. ചോദ്യം എന്താണ്? ജീവിത ദുരിതങ്ങളെ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്നതിൻ്റെ വികാര നിർഭരമായ ആവിഷ്കാരമാണ് പ്ലാവിലക്കഞ്ഞിയുടെ ഒരു പ്രധാന സവിശേഷത. വിലയിരുത്തുക. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉപന്യാസത്തിൽ 6 മാർക്കിൽ എങ്ങനെ ഉത്തരം എഴുതണം? ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. മനോഹരമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന നോവൽ കൂടിയാണ് തകഴിയുടെ രണ്ടിടങ്ങഴി. തകഴിയുടെ എന്ന് നിങ്ങൾ കൂട്ടിച്ചേർത്തേക്കണേ. മനോഹരമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന നോവൽ കൂടിയാണ് തകഴിയുടെ രണ്ടിടങ്ങഴി. അത്തരം മുഹൂർത്തങ്ങൾ രണ്ടിടങ്ങഴിയിലെ 17-ാം അധ്യായത്തിലും കാണാം. കൂലിയായി ലഭിച്ച 3/4 രൂപയുമായി കോരൻ നാട് നീളെ അരി അന്വേഷിച്ച് നടന്നു. ഒടുവിൽ നാഴി അരിയും കപ്പയുമായി കോരൻ കുടിലെത്തി. കോരൻ്റെ ഭാര്യ ചിരുത അന്നൊന്നും കഴിച്ചിട്ടില്ല. അതിനാൽ ഉള്ള കഞ്ഞി ചിരുത കഴിക്കട്ടെ എന്ന് കരുതി വയറിന് സുഖമില്ല എന്ന ഭാവത്തിൽ കോരൻ കിടന്നു. എന്നാൽ കോരൻ പട്ടിണി കിടക്കാൻ ചിരുത അനുവദിച്ചില്ല. കൂടുതൽ കഞ്ഞി കോരൻ നൽകി. കുറച്ചു മാത്രം അവൾ കഴിച്ചു. പിറ്റേന്ന് കോരൻ ജോലിക്ക് പോകുമ്പോൾ നൽകാനായി കഞ്ഞി കരുതി വെക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഇല്ലായ്മകളെ പരസ്പര സ്നേഹത്താൽ അവർ അതിജീവിക്കുന്നു. കോരനുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന അച്ഛൻ വർഷങ്ങൾക്ക് ശേഷം കുടിലെത്തിയപ്പോൾ ചിരുത അവൾ നെയ്ത മുറം വിറ്റ് അരി വാങ്ങി ഒരു വറ്റുപോലും കഴിക്കാതെ കോരൻ്റെ അപ്പന് കഞ്ഞി കോരി നൽകി. ചിരുത സ്വന്തം പിതാവിനെ പോലെ കോരൻ്റെ പിതാവിനെയും കരുതുന്നു. പണി കഴിഞ്ഞ് കുടിലെത്തിയ കോരൻ ചിരുതയുമായി സംസാരിച്ചിരിക്കുന്ന അച്ഛനെ കണ്ട് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അപ്പ എന്ന വിളിയോടെ കോരൻ അപ്പനെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം കുടിലെത്തിയ അപ്പനും കോരനും തമ്മിലുള്ള കൂടിക്കാഴ്ച പിതൃപുത്ര ബന്ധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു. അപ്പൻ്റെയും മകൻ്റെയും സ്നേഹം കണ്ട് ചിരുതയും സന്തോഷിക്കുന്നു. സ്വന്തം അപ്പന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് നൽകണം. അതാണ് അവൻ്റെ സ്വപ്നം. ആഴത്തിലുള്ള സ്നേഹബന്ധം കൊണ്ട് ജീവിത ദുരിതങ്ങളെ മറികടക്കുകയാണ് ആ കുടുംബം. 6 മാർക്കിനുള്ള പോയിന്റുകളാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. കൃത്യമാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി കേൾക്കണോ? എന്നാൽ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ഉത്തരം. മനോഹരമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന നോവൽ കൂടിയാണ് രണ്ടിടങ്ങഴി. അത്തരം മുഹൂർത്തങ്ങൾ രണ്ടിടങ്ങഴിയിലെ 17-ാം അധ്യായത്തിൽ കാണാം. കൂലിയായി ലഭിച്ച 3/4 രൂപയുമായി കോരൻ നാട് നീളെ അരി അന്വേഷിച്ചു നടന്നു. ഒടുവിൽ നാഴി അരിയും കപ്പയുമായി കോരൻ കുടിലെത്തി. കോരൻ്റെ ഭാര്യ ചിരുത അന്നൊന്നും കഴിച്ചിട്ടില്ല. അതിനാൽ ഉള്ള കഞ്ഞി ചിരുത കഴിക്കട്ടെ എന്ന് കരുതി വയറിന് സുഖമില്ല എന്ന ഭാവത്തിൽ കോരൻ കിടന്നു. എന്നാൽ കോരൻ പട്ടിണി കിടക്കാൻ ചിരുത അനുവദിച്ചില്ല. കൂടുതൽ കഞ്ഞി കോരന് നൽകി. കുറച്ചു മാത്രം അവൾ കഴിച്ചു. പിറ്റേന്ന് കോരൻ ജോലിക്ക് പോകുമ്പോൾ നൽകാനായി കഞ്ഞി കരുതി വെക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഇല്ലായ്മകളെ പരസ്പര സ്നേഹത്താൽ അവർ അതിജീവിക്കുന്നു. കോരനുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന അച്ഛൻ വർഷങ്ങൾക്ക് ശേഷം കുടിലെത്തിയപ്പോൾ ചിരുത അവൾ നെയ്ത മുറം വിറ്റ് അരി വാങ്ങി ഒരു വറ്റുപോലും കഴിക്കാതെ കോരൻ്റെ അപ്പന് കഞ്ഞി കോരി നൽകി. ചിരുത സ്വന്തം പിതാവിനെ പോലെ കോരൻ്റെ പിതാവിനെയും കരുതുന്നു. പണി കഴിഞ്ഞ് കുടിലെത്തിയ കോരൻ ചിരുതയുമായി സംസാരിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടു. മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അപ്പ എന്ന വിളിയോടെ കോരൻ അപ്പനെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം കുടിലെത്തിയ അപ്പനും കോരനും തമ്മിലുള്ള കൂടിക്കാഴ്ച പിതൃപുത്ര ബന്ധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു. അപ്പൻ്റെയും മകൻ്റെയും സ്നേഹം കണ്ട് ചിരുതയും സന്തോഷിക്കുന്നു. സ്വന്തം അപ്പന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് നൽകണം. അതാണ് അവൻ്റെ സ്വപ്നം. ആഴത്തിലുള്ള സ്നേഹബന്ധം കൊണ്ട് ജീവിത ദുരിതങ്ങളെ മറികടക്കുകയാണ് ആ കുടുംബം ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ഉപന്യാസം 6 മാർക്കിനുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാനുള്ള ഉത്തരമാണ്. സെറ്റാണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യവും അടുത്ത ഉത്തരവുമായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു.